അല്ല, പാതിരെ വരെ ഡോക്ടർമാർ ഇവിടെ ഇല്ല. 7 മണി കഴിഞ്ഞാൽ ഡോക്ടർമാർ പോവാണ്. പെട്ടെന്ന് ഒരു വയ്യായ വന്നു കഴിഞ്ഞാൽ നമ്മളെവിടെ കൊണ്ടുപോകും? പക്ഷെ ഇത് ബ്ലോഗിന് വേണ്ടി ചെയ്തല്ല. എനിക്ക് ഭ്രാന്തായിട്ട് മെന്റലായിട്ട് ഞാൻ ഇട്ട് പോണത്. ഞാൻ കോടാലി വെള്ളിക്കുളങ്ങര സ്വദേശിയാണ്. നമ്മൾ ഈ കോടാലില് വെള്ളിക്കുളങ്ങരയിൽ താമസിക്കുന്ന ആൾക്കാർ എന്ത് രോഗം വന്നു കഴിഞ്ഞാലും ഏറ്റവും ഫസ്റ്റ് ഓടി എത്തുന്നത് കോടാലി ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കും. ഈ ഹോസ്പിറ്റലിൽ ഇവിടെ നമ്മൾ ആൾക്കാർ നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാരുടെ ലഭ്യത കുറവാണ്. ഇപ്പം ഏകദേശം സമയം 1:30 ഉണ്ടാവുള്ളൂ. പക്ഷെ 1:30 ആ കൂടി ഇവിടെ ഉള്ളത് ഒറ്റ ഡോക്ടർ മാത്രം. ഞങ്ങൾ OP ടിക്കറ്റ് തന്നത്, OP ടിക്കറ്റ് എടുത്തു നിന്നു. അപ്പൊ ക്യാഷ്വാലിറ്റി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇവിടെ ഡോക്ടർ ഉള്ളൂന്ന് പറഞ്ഞു. ഡോക്ടർ പോയിന്ന് പറഞ്ഞു. ഞങ്ങള് 12:30 ഇപ്പൊ എത്തി. 6 മണിയില്ല, 3:30 ആയപ്പോഴേക്കും കാണാൻ കിട്ടി. രാത്രി കുട്ടികൾക്കായാലും മറ്റു കാര്യങ്ങൾക്കായാലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഓടിയെത്താൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റൽ നമ്മുടെ തൊട്ടടുത്തുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടകര, ചാലക്കുടി ആ ഭാഗത്തേക്ക് പോകണം. പക്ഷേ ഈ സമയങ്ങളിലൊക്കെ ഇവിടെ വരുമ്പോൾ ഡോക്ടർമാരില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് സാധാരണക്കാർക്ക്. അതിനെ പറ്റി ഇവിടെ ചോദിക്കാനും പറയാൻ ആരില്ല. ഇതിന് വരാ പോവുക, അവരുടേതായ ഇഷ്ടങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത്, അതൊക്കെയാണ് കുറേ ബുദ്ധിമുട്ടുകൾ. സാധാരണക്കാർക്ക് ഒരു കാര്യങ്ങളും നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക നിയമം എല്ലാ കാര്യം കൊണ്ടും സാധാരണക്ക് ബുദ്ധിമുട്ട് തന്നെയാണത്. അപ്പോൾ ഇതിനൊരു എൻ്റെ മോനെ കൊണ്ട് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ മണിക്കൂറുകളായി ഇവിടെ ഇരിക്കുന്നത്. അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്, നമുക്ക് പറയാൻ പറ്റില്ല. എന്താന്നുള്ള കാര്യങ്ങൾ ഇവിടെ എന്താണ് ഇവിടെ പ്രശ്നം എന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ട ആൾക്കാരുകളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മാത്രം ഒരു അഭിപ്രായമല്ല, ഒരുപാട് പേര് പറഞ്ഞതിന് ശേഷമാണ് ഞാനിത് പറഞ്ഞത്. ചിലപ്പോൾ ആരും പറഞ്ഞത് ഞാനായിരിക്കുന്നു മാത്രം. ഒരുപാട് പേരുടെ മനസ്സിൽ ഒരു പ്രാവശ്യങ്ങളും ഞാൻ മറഞ്ഞു പോയേക്കണ ഒരു സാധനമായിരിക്കും, എന്തുകൊണ്ട് ഇവിടെ ഒരു രാത്രി ഡോക്ടർമാരില്ല, ഹോസ്പിറ്റൽ ഫെസിലിറ്റികൾ ലഭിക്കില്ല എന്നുള്ളത്. നിങ്ങൾ മറ്റത്തൂർ പഞ്ചായത്തിൽ അധികൃതർ ഇത് കാണണമെങ്കിൽ ഏറ്റവും ഫസ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. അത് നിങ്ങൾ ചെയ്തു കൊടുക്കാത്തോളം കാലം നിങ്ങളുടെ വളരെ ഒരു കഴിവ് കുറവാണ്.